ഗുഡ് മോർണിംഗ്, ഹാപ്പി വുമൻസ് ഡേ. അപ്പോൾ ഇതൊരു സാറ്റർഡേ വ്ളോഗായിട്ട് വിചാരിച്ചു. വീക്കെൻഡ് രാവിലെ എണീറ്റു, കുറച്ച് എന്തെങ്കിലും എക്സസൈസ്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്നുള്ളത് എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സൂര്യ നമസ്കാരം, കുറച്ച് പ്ലാങ്കൊക്കെ ചെയ്ത് ഒന്ന് സെറ്റായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായിരുന്നു. ക്രിസ്പി ദോശ. ഇവിടെ ആർക്കൊക്കെയാണ് ക്രിസ്പി ദോശ ഇഷ്ടമല്ലേ? ഞങ്ങൾ മൊത്തം ഫാമിലി എല്ലാവരും അതിന് ഭയങ്കര പ്രിയരാണ്. ക്രിസ്പി ദോശ ഞാൻ തന്നെ ബാറ്റർ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കുന്നതാണ് മക്കൾക്കും കൂടുതലും ഇഷ്ടം. അപ്പോൾ എനിക്കും അതെ കേട്ടോ, എനിക്കും എൻ്റെ ദോശയാണ് കൂടുതലിഷ്ടം. ഇഷ്ടം. അങ്ങനെ ഇത് ഗോൾഡൻ കളറായിട്ടുള്ള ക്രിസ്പി ദോശ, കുറച്ച് ഉള്ളി ചമ്മന്തിയും ചട്നിയും കൂടി കഴിക്കാൻ അടിപൊളി. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. പിന്നെ എഗ് വൈറ്റും, പിന്നെ ഉള്ളി ചമ്മന്തി, കുറച്ച് തേങ്ങ ചട്നി പൊരിച്ച്, പിന്നെ ഫിൽറ്റർ കോഫി ഉണ്ടാക്കി. ഫിൽറ്റർ കോഫി ഞാൻ ഉണ്ടാക്കാറ് പതിവ് വീട്ടിൽ. അപ്പം അത് ഞാനും സജിയും കഴിക്കും. മക്കളങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിക്കും, അല്ലാതെ സ്ഥിരം കോഫി അവർക്ക് കൊടുക്കാറില്ല. അങ്ങനെ ഫിൽറ്റർ കോഫി റെഡി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ്. പിന്നെ ഇന്ന് വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ ഇവർക്ക് തലയിൽ എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് മസാജൊക്കെ ചെയ്യിപ്പിച്ച് ഒന്ന് കുളിപ്പിക്കൽ പതിവാണ്. അപ്പം ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും എണ്ണ ഇട്ട് കൊടുക്കും. പിന്നെ എൻ്റെ ടേണായിരുന്നു, എനിക്കിട്ട് തന്നു കുക്കുമ്മ. നല്ല രസമായിരുന്നു ഇട്ട് മസാജ് ചെയ്ത് തരാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ബോഡി സ്ക്രബൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നും ശ്രദ്ധിക്കാറില്ല. അത് കുറച്ചൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു മടിയും, അങ്ങനെ ജോലി സെർച്ചിങ്ങും ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറേ നമ്മൾ ഡൈവേർട്ടായി പോകുമല്ലോ നമ്മുടെ തോട്ട്സൊക്കെ. അപ്പം അത്ര വലിയ കാര്യമായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ ഈ വീക്കെൻഡ് എന്തായാലും ഒന്നൊരു വുമൻസ് ഡേയും കൂടിയാണല്ലോ, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പാമ്പർ ചെയ്തു എന്ന് എനിക്ക് എന്നെ തന്നെ തോന്നട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ സ്ക്രബൊക്കെ ഇട്ടു, ഓയിൽ ചെയ്തു. അങ്ങനെ സ്ക്രബിട്ട് കളഞ്ഞിട്ട് പിന്നെ ഓയിലിട്ടു. പിന്നെ അങ്ങനെ കുളിച്ച് വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസമായി. ഇന്ന് പിന്നെ ഈവനിങ് പുറത്തൊക്കെ പോകാനായിട്ടുള്ള പരിപാടി ഉണ്ട്. ഞാൻ ഒരു ഹെയർ കട്ട് കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്തിട്ടില്ല, അപ്പം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓൾറെഡി തിൻ ഹെയറാണ്. എനിക്ക് ഫ്രണ്ടിൽ ഭയങ്കരമായിട്ട് PCOD ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തിൻ ഹെയറാണ് ഫ്രണ്ടിലൊക്കെ. അപ്പം അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ലൈഫ് തന്നെയാണ് കേട്ടോ. അത് ആലോചിച്ചിട്ട് എനിക്കങ്ങനെ പണ്ടൊക്കെ വിഷമമുണ്ടായിരുന്നു, പിന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. ഇറ്റ്സ് ഓക്കെ, അതാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഇപ്പോഴൊന്നല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുമായിരുന്നു, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. പക്ഷേ എന്താ ചെയ്യുക, ആ സമയത്ത് ഞാൻ ഒരു സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം പിന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടല്ലാതെ തീർന്നു. പിന്നെ കുക്കുമ്മ വന്ന് എന്തൊക്കെയോ പറയുന്നതാണത്. സൈഡിൽ നിന്നിട്ട് കുക്കുമ്മ ഓരോന്ന് നോക്കുവാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഈ ഡേ ഞങ്ങൾക്ക് കുക്കുൻ്റെ ഒരു ടോയ് ഗിഫ്റ്റ് കിട്ടിയതാണ് ക്രിസ്മസിന്. അത് വർക്ക് ചെയ്യുന്നില്ല, അത് ഞാൻ എവിടെ കുത്തണ്ടേന്നൊക്കെ എന്നോട് ചോദിച്ചു വന്നതാണ്. ധാത്രിയുടെ കാജലായിരുന്നു. എനിക്ക് ഇപ്പോഴും ഇങ്ങനത്തെയൊക്കെ ഇഷ്ടം. അങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഊരി വെച്ച് നമുക്ക് തീർത്തരാം. അയ്യോ, പെട്ടെന്ന് നോക്കി പോയിരിക്കണതിന് ഇനി ഉറക്കം വരും. അല്ല കുക്കു, അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാൻ റെഡിയായി. ചെറിയൊരു ആശങ്കയുണ്ട് എനിക്കുള്ളിൽ. എന്തായാലും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്, ഹെയർ കട്ട് എന്തായാലും ചെയ്യണം. പിന്നെ ഒരു ടെമ്പിൾ വിസിറ്റ്. പിന്നെ ഇവിടെ ഒരു സ്നാക്സൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്, ഹോട്ടൽ പൊറോട്ട ഹട്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കാനഡയിലേക്ക് വന്നതിന് ശേഷം ഞാൻ കഴിക്കാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്യാനുള്ള ഒരു ആവേശത്തിലും കൂടി ആയിരുന്നു. അങ്ങനെ ഞാൻ ഹെയർ സലൂണിലെത്തി.
ഇതാണ് എൻ്റെ ഹെയർ, തിന്നാണ്, പിന്നെ ഇങ്ങനെയൊക്കെയോ എടുക്കുന്നതുകൊണ്ടൊരു വൃത്തി തോന്നും. ഇത്രത്തോളം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഭയങ്കര തിന്നാണ് ആക്ച്വലി. ഫോട്ടോയിലൊക്കെ നോക്കിയാൽ കാണാം, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ഭയങ്കര തിന്നാണ് ഹെയർ. പക്ഷെ മക്കൾക്കും സജിക്കും ഭയങ്കര ഇഷ്ടമായി ഞാൻ മുറിച്ചപ്പം. പിന്നെ അവരൊന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് വിടുമ്പം ആ ഒരു ഭംഗി കൂടുതലുണ്ടാവും കേട്ടോ. ഇതുപോലെ തന്നെ എപ്പോഴും ഇരിക്കില്ല, അത് വേറെ വശം. ഈ സ്ട്രെയിറ്റ് പോലെ ഇരിക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പൊറോട്ട ഹട്ടിലെത്തി ഗൈസ്. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഈ സ്നാക്സൊക്കെ ഇങ്ങനെ ഏതാണ്ട് ആർത്തി നോക്കി നമ്മൾ പറയില്ലേ, ഇത് 2 പോരട്ടെ, അത് 2 പോരട്ടെ എന്നുള്ള പോലെ. അപ്പോൾ ഞങ്ങൾ സുഗിയനും പരിപ്പ് വടയും പഴംപൊരിയും പപ്സുമാണ് പറഞ്ഞത്. ഭയങ്കര സന്തോഷമായി. എഗ് പപ്സ് നമ്മൾ കഴിച്ചില്ല, നമ്മൾ പാഴ്സലെടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ടെമ്പിളിൽ പോകണമായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ എഗ് പപ്സ് പാഴ്സലെടുത്തു. പിറ്റേ ദിവസമാണ് ആക്ച്വലി അത് കഴിച്ചത്. അതും സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾ അങ്ങനെയാണോ? എനിക്ക് ഈ ടീ സ്നാക്സൊക്കെയാണ് കഴിക്കാനാണ് കൂടുതലിഷ്ടം. അപ്പോഴേക്കും ഞാൻ എൻ്റെ അടിച്ച ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നു. ഞാൻ അവരോട് സമാവർ ചായ എന്ന് വെച്ചപ്പോൾ അവർക്കത് കേട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് ഇതിനപ്പുറം ഭയങ്കര സന്തോഷം വേറെ ഒന്നുമില്ല. എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചെന്നാൽ അത്ര സന്തോഷമാവില്ല കേട്ടോ. അതിന് സന്തോഷമാണ് എനിക്ക് അടിച്ച ചായയും സ്നാക്സൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ. ദുബായിലുള്ളപ്പം ഇപ്പോൾ പ്രത്യേകിച്ച് റംദാൻ ടൈമിങ്ങാണ്, ഞങ്ങൾ ഈവനിങ്സിലൊക്കെ പോവാറുള്ളതാണ്. അവിടെ ഇരുന്നത് കഴിച്ചപ്പോൾ എനിക്കത് ഒരുപാട് ഓർമ്മ വന്നു. ഉസ്താദ് ഹോട്ടലും മലബാർ തട്ടുകടയും, അങ്ങനെ ഒരുപാട് ഹോട്ടലുകൾ, എൻ്റെ പേരുകൾ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. അതുകൊണ്ടാണ് അവിടുന്ന് നോൺ വെജ് ഒന്നും നമ്മൾ കഴിക്കാൻ. ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതു. ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾക്കൊരു ഹാപ്പി വീക്കെൻഡായിരുന്നു. അപ്പോൾ എനിക്കും അമ്മൂനും, പിന്നെ വേറൊരു കാര്യം, അമ്മു എൻ്റെ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. അമ്മൂനും അത് ഭയങ്കര സന്തോഷമായിരുന്നു, എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ ഹാപ്പി വുമൻസ് ഡേ.